മുൻ പ്രസിഡന്റും ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന കൊലപാതക ശ്രമത്തെ അപലപിച്ച് വത്തിക്കാൻ. ജനങ്ങളെയും ജനാധിപത്യത്തെയും വ്രണപ്പെടുത്തുകയും ദുരിതമുണ്ടാക്കുകയും ചെയ്ത അക്രമ സംഭവങ്ങളിൽ വത്തിക്കാൻ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. അമേരിക്കയ്ക്കും ഇരകൾക്കും വേണ്ടിയുള്ള US ബിഷപ്പ്മാരുടെ പ്രാർത്ഥനയിൽ ചേരുകയാണെന്നും അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ വത്തിക്കാൻ പ്രസ്താവിച്ചു. പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ ശനിയാഴ്ച വൈകിട്ട് 6:08 പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് ട്രംപിന് വെടിയേറ്റത്. ചെവിക്കാണ് വെടിയേറ്റത്. വെടിവെപ്പിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അക്രമത്തെ അപലപിച്ച് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. കർണാടകയിലെ ബാംഗ്ലൂർ അതിരൂപതയ്ക്ക് 2 സഹായ മെത്രാന്മാരെ നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ. ബാംഗ്ലൂർ അതിരൂപതയുടെ ചാൻസലർ ഫാദർ ആരോഗ്യരാജ് സതീഷ് കുമാർ, സേക്രഡ് ഹാർട്ട് ചർച്ച് ഇടവക വികാരി ഫാദർ ജോസഫ് സുസൈനാഥൻ എന്നിവരാണ് ഫ്രാൻസിസ് പാപ്പ മെത്രാൻ പദവിയിലേക്ക് നിയമിച്ചത്. 134 ഇടവകകളിലായി ബാംഗ്ലൂർ അതിരൂപതയിൽ 3,60,561 കത്തോലിക്ക വിശ്വാസികളാണുള്ളത്. 157 രൂപതാ വൈദികർ സേവനമനുഷ്ഠിക്കുന്നു. ബാംഗ്ലൂർ അർബൻ, ബാംഗ്ലൂർ റൂറൽ, ചിക്ബെല്ലാപൂർ, കോലാർ, രാംനഗർ, തുംകൂർ എന്നീ ജില്ലകളിൽ ഉൾപ്പെടുന്ന 27,014 ചതുരശ്ര കിലോമീറ്റർ പരിധിയിലാണ് അതിരൂപത സ്ഥിതി ചെയ്യുന്നത്. യുദ്ധം മൂലം കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സമാധാനം ലഭിക്കുന്നതിനായി കർമ്മല മാതാവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ. ആഞ്ചലൂസ് പ്രാർത്ഥനയുടെ അവസാനമാണ് പാപ്പ ഇപ്രകാരം ആവശ്യപ്പെട്ടത്. ജൂലൈ 16 കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനം ആചരിക്കുന്നത്. കർമ്മല മലയിൽ പരിശുദ്ധ കന്യകാ മാതാവ് യുദ്ധത്തിന്റെ ഭീകരതയാൽ അടിച്ചമർത്തപ്പെടുന്ന എല്ലാ ജനങ്ങൾക്കും ആശ്വാസവും സമാധാനവും നൽകട്ടെ. രക്തസാക്ഷികളായ ഉക്രൈൻ, പാലസ്തീൻ, ഇസ്രയേൽ, മ്യാൻമർ എന്നീ രാജ്യങ്ങളെ മറക്കരുത്, പരിശുദ്ധപിതാവ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ വിശ്വാസികളോട് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മരിയൻ ഭക്തികളിൽ ഒന്നാണ് കർമ്മല മാതാവിനോടുള്ള ഭക്തി. ദക്ഷിണ കൊറിയയുടെ പ്രഥമ കർദിനാളും ആത്മീയ നേതാവുമായ കർദിനാൾ സ്റ്റീഫൻ കിം സൗഹാന്റെ നാമകരണ നടപടികൾ ആരംഭിക്കുന്നതിന് വത്തിക്കാനിലെ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള വത്തിക്കാനിലെ ഡിക്കാസ്ട്രി സിയോൾ അതിരൂപതയ്ക്ക് അനുമതി നൽകി. സിയോൾ അതിരൂപതയുടെ 11ാമത്തെ ആർച്ച് ബിഷപ്പും കൊറിയയിലെ ആദ്യത്തെ കർദിനാളുമായിരുന്നു സ്റ്റീഫൻ കിം. സിയോൾ അതിരൂപതയിലെ മെത്രാപ്പൊലീത്തയായി സേവനം ചെയ്തു വരികയായിരുന്ന ബിഷപ്പ് കിമ്മിനെ 1969 പോൾ 6 പാപ്പയാണ് ദക്ഷിണ കൊറിയയിലെ ആദ്യത്തെ കർദിനാളായി ഉയർത്തിയത്. സൈനിക ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിൻ്റെതായ ഇരുണ്ട കാലഘട്ടങ്ങളിൽ ദക്ഷിണ കൊറിയൻ സഭയെ നയിക്കുകയും സർക്കാർ നടപടികളെ വിമർശിക്കുകയും ചെയ്ത ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ജീവിതവും മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സുഹൃത്ത് എന്ന അപരനാമത്തിന് ഉടമ കൂടിയാണ് കർദിനാൾ സ്റ്റീഫൻ കിം.